അങ്ങനെ സമയം 1:29. വീണ്ടും പേട്ട മെട്രോ സ്റ്റേഷൻ. അങ്ങനെ വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ മൂന്നാർ വട്ടവട വരെ ഒന്ന് പോയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. വീണ്ടും സെയിം ജാക്കറ്റും ഹെൽമെറ്റും ഒക്കെ കയറ്റിയിട്ടുണ്ട്. വട്ടവടയിൽ ഞാനൊരു 2 വട്ടം ഓൾറെഡി പോയതാണ്. പക്ഷെ ഇതുവരെ വട്ടവടയിൽ എവിടെയും താമസിച്ചിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ഒരു സ്റ്റേ എടുത്തവിടെ ടെൻറ്റ് സ്റ്റേയിൽ താമസിച്ചിട്ട് എന്താ അവസ്ഥ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ജനുവരി ആയതുകൊണ്ട് അത്യാവശ്യം മൂന്നാർ തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചാണ് പോകുന്നത്. കണ്ടറിയാം. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റ്, പേട്ട മെട്രോ സ്റ്റേഷൻ. തിരുവനന്തപുരം പേട്ടയല്ല, കൊച്ചി പേട്ട. നമ്മൾ സാധാരണ റൂട്ട് കണ്ണുടച്ച് ഓടിക്കാൻ പറ്റുന്ന റൂട്ടായി മാറിയിരിക്കുകയാണ്. നേരെ കോലഞ്ചേരി, മൂവാറ്റുപുഴ, അങ്ങനെ അടിമാലി, നേരെ മൂന്നാർ പിടിക്കേണ്ട സെയിം പ്ലാൻ. വേറെ ഡിഫറൻസ് ഒന്നുമില്ല. നേരെ ഇപ്പോൾ പോകുന്ന നമുക്ക് 12:30 ചെക്കിൻ. നമ്മൾ നേരെ പോയി രാവിലെ ടോപ്പ് സ്റ്റേഷനിലെ സൺറൈസൊക്കെ കണ്ട് വട്ടവടയൊക്കെ ചുമ്മാ ഒന്ന് കറങ്ങി നേരെ സ്റ്റേയിൽ ചെക്കിൻ ചെയ്യാന്ന് ചോദിച്ചിട്ടാണ് പോകുന്നത്. ഇങ്ങനെയൊന്നും ആര് പ്ലാൻ ചെയ്യരുത്. നട്ടപ്പാതിരക്ക് ഫുൾ റൈഡ് ചെയ്യുന്ന പ്ലാനിങ്ങുകളൊക്കെ ഒഴിവാക്കണം എന്ന് എപ്പോഴും വിചാരിക്കും. പക്ഷേ ഏത് റൈഡ് ഇട്ട് കഴിഞ്ഞാലും അവസാനം സ്റ്റാർട്ട് ചെയ്യുക ഇങ്ങനെ തന്നെയായിരിക്കും. റോഡിലൊന്നും ആരുമില്ല, വിജനമായ റോഡ്. KFC കഴിഞ്ഞ വട്ടം ഹോസ്പിക്ക് പോയപ്പോൾ കുറേ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റോഡ് പണിയൊക്കെ എന്തോ എന്നറിയില്ല, മൂന്നാറിലേക്കുള്ള റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. റോഡൊക്കെ വീതിയൊക്കെ കൂട്ടി, പിന്നെ ഓവുചാലൊക്കെ സെറ്റപ്പാക്കി, അങ്ങനെ ഒരുപാട് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. രാത്രിയൊക്കെ പണിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്നാണെങ്കിൽ ഭയങ്കര മഴയുണ്ടായിരുന്നു. അപ്പോൾ ആ റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് സ്മൂത്തായിട്ട് പോവാമെന്ന് വിചാരിക്കുന്നു. രാത്രി ആയതുകൊണ്ട് കാഴ്ചകളൊന്നും വലിയ രീതിയിൽ കിട്ടാൻ സാധ്യതയില്ല. ഒന്നാമത് ഗോപ്രോയുടെ രാത്രിയിലെ വിഷ്വൽസും വലിയൊരു ഇതില്ലല്ലോ. അപ്പോൾ ബാക്കി വ്യൂസ് എന്തൊക്കെ വരുമ്പോൾ റെക്കോർഡ് ചെയ്തിട്ട് കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അമ്മേ, നമ്മൾ എക്കോ പോയിന്റിൻ്റെ അടുത്തുള്ള ചെക്ക് പോസ്റ്റിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു മനുഷ്യനുമില്ല, നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ. ആരും ഇങ്ങോട്ട് ടോപ്പ് സ്റ്റേഷനിലോട്ട് വരുന്നെന്ന് തോന്നുന്നു. ഇതിപ്പോൾ നമ്മളിപ്പോൾ 5:45, 6 മണിക്കാന്ന് തോന്നുന്നു തുറക്കുക. 6 മണിക്ക് ശേഷം തുറന്നാലും ആരും ഇല്ലെങ്കിൽ നല്ല സുഖമായിരിക്കും. ആന ഒട്ടൻ ചാടാൻ എല്ലാ ഇതുള്ള സ്ഥലമാണിത്. അപ്പം നമുക്ക് നോക്കാം. അവിടുന്ന് ഇങ്ങോട്ടൊക്കെ ടോപ്പ് സ്റ്റേഷൻ ഇങ്ങോട്ടൊക്കെ വണ്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെ ജീപ്പൊക്കെ വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. പുള്ളി പറഞ്ഞത് 6 മണിയാകുമ്പോഴാണ് തുറക്കുക. 6 മണിയാകുമ്പോൾ വെട്ടം വരുന്നില്ല.
അപ്പോൾ ഓൾറെഡി വന്നവരെയൊക്കെ വിട്ടു എന്നാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ചത് ക്ലോസ്ഡ് ആണ്, 6 മണിക്കേ തുറക്കത്തുള്ളൂ. ആനയൊന്നുമില്ല, ആൾക്കാരൊക്കെ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ലായിരിക്കും. വെട്ടം വരാൻ ലേറ്റ് ആവുമെങ്കിൽ ചിലപ്പോൾ സൺറൈസ് ലേറ്റ് ആയിരിക്കും. 10-25 കിലോമീറ്റർ ഉണ്ട് എന്നാണ്. 17 കിലോമീറ്റർ അരമണിക്കൂറാണ്, 36 മിനിറ്റ് ആകുമ്പോൾ കാണിക്കുന്നത്. നമുക്ക് സൺറൈസ് പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇതാണ് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാം ടു ടോപ്പ് സ്റ്റേഷൻ റോഡ്. ഇപ്പം റോഡൊക്കെ അത്യാവശ്യം മെനയായിട്ടുണ്ടെന്ന് തോന്നുന്നു. പണ്ടൊക്കെ വെറും കുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ നല്ലതായിരിക്കും, ബെൻഡിലോട്ടിട്ടുമ്പോൾ വലിയ കുഴികളൊക്കെ ഉണ്ടാവും. നേരെ ചെന്ന് കുഴിയിലോട്ടി ആടും. ഓക്കെ, നമുക്ക് ഇനി ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിന്റ് ചെന്നിട്ട് എന്താ അവസ്ഥ എന്ന് നോക്കാം. സൗണ്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ 6:16 ആയപ്പോൾ ഇവിടെ ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സൺറൈസ് മെല്ലെ 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 വന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മേ, നമ്മളവിടെ നിന്ന് താഴെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടുത്ത് പിന്നെ മുകളിലോട്ട് നല്ല റോഡാണ്. അത് ഇച്ചിരി സ്പീഡിലാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഇത് സമയത്ത് എത്താൻ പറ്റി. ചെറിയ ക്ലൗഡ് ബെഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ചെറുത്. This way. Yeah, this way you can go to the end. ഇപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ ടോപ്പ് സ്റ്റേഷനിലെ സൺറൈസ്. ചെറുതല്ല, അത്യാവശ്യം നല്ലൊരു ക്ലൗഡ് ബെഡ് ഉണ്ട്. പരവതാനി പോലെ അല്ലെങ്കിലും നമ്മൾ ഇതിൻ്റെ ഒരു എൻഡ് പോയിന്റ് ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചപ്പോൾ നല്ല വ്യൂ കിട്ടുമായിരിക്കും. ഞങ്ങൾ 2 ഫോറിനേഴ്സ് ഉണ്ട്. വേറെ ആൾക്കാരൊക്കെ ഓൾറെഡി ഇവിടെ വന്ന് ടെൻ്റൊക്കെ അടിച്ചിട്ട് നിൽക്കുമായിരിക്കും ചിലപ്പോൾ. അപ്പം നമുക്ക് ഇതിൻ്റെ അറ്റത്തോടെ ചെന്ന് നോക്കാം. അങ്ങനെ ടോപ്പ് സ്റ്റേഷൻ ദർശനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വട്ടവടയിലോട്ട് പോവുകയാണ്.
വട്ടവടയിലാണ് നമ്മൾ സ്റ്റേ എടുത്തിരിക്കുന്നത്. നമുക്ക് 2:30-ക്കാണ് ആക്ച്വലി ചെക്കിൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് അവിടെ ചെന്നിട്ട് ഈ സാധനങ്ങളൊക്കെ അവിടെ വെക്കാൻ പറ്റുമെന്ന് ചോദിക്കണം. അവർ വെക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് ചിലന്തിയാർ വാട്ടർഫാളും പിന്നെ എന്തെങ്കിലും വ്യൂ പോയിന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ കാണാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സ്റ്റേൻ്റെ പേര് മിനി മെക്സിക്കോ എന്ന് പറഞ്ഞിട്ടാണ്. മിനി മെക്സിക്കോ ആണെന്ന് പറഞ്ഞത്. എൻ്റെ ഫ്രണ്ട് ഫെബിനുണ്ട്, അവൻ സജസ്റ്റ് ചെയ്ത സ്റ്റേ ആണ് ഈ മിനി മെക്സിക്കോ. ഞാൻ എപ്പോൾ വട്ടവട സ്റ്റേ ചോദിച്ചാലും അവൻ ഇതിൻ്റെ പേരാണ് പറയാം. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്ന് പോയി നോക്കാം. വട്ടവടയിൽ ഞാൻ മുമ്പ് മാജിക് വാലി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ചാനലിൽ. പണ്ട് ഇതൊന്ന് ചുമ്മാ വീഡിയോ എടുക്കുന്ന സമയത്ത്. അതൊരു അടിപൊളി സ്ഥലമായിരുന്നു മാജിക് വാലി. വട്ടവടയിലോട്ടുള്ള റൂട്ട് അടിപൊളി റൂട്ടാണ്. ഇച്ചിരി അങ്ങോട്ട് പോയാൽ തന്നെ ചിന്ന പതിയെ കാട് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ഭയങ്കര തണുപ്പാട്ടോ. ഇവിടെ നമുക്കൊരു എൻട്രി പോയിന്റ് ഉണ്ട്, കണ്ടോ അതിലടക്കുന്നു. ഇതാണ് നമ്മുടെ വട്ടവടയുടെ അതിപുരാതനമായ ഗേറ്റ്. അയ്യോ, ഇതിൻ്റെ ബോർഡൊക്കെ പൊളിഞ്ഞിരിക്കാനുള്ള ഈശ്വര. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് 4 കിലോമീറ്റർ എങ്ങാനും ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നിർത്തുമോ ഫോട്ടോ എടുക്കുകയൊന്നും ചെയ്യരുത്. ഓ, ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പാട്ടോ. ഇത് കട്ട ഫോറസ്റ്റ് ഏരിയ ആണ്. നിബിഡ വനം. ഇവിടെ രാവിലെയൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ഒരു രസം ഉണ്ടാവും. ചിലപ്പോൾ ഫോഗൊക്കെ ഉണ്ടാവും. ഇപ്പോഴും ഭയങ്കര തണുപ്പ്. അവിടെ ആ ഗേറ്റിൻ്റെ അപ്പുറം ഉള്ളതിനെക്കാളും കൂടുതൽ തണുപ്പാണ് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് കയറുമ്പോൾ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ഓപ്പൺ ഏരിയയിലോട്ട് അങ്ങോട്ട് തുറക്കും. അപ്പം നല്ല രസമായിരിക്കും കാണാൻ. അതാണ് ഈ വട്ടവട പോകുന്നതിൽ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെ പോകാന്നുള്ളതാണ്. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്ത് കുറേ പൈൻ മരത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പോർഷൻ കൂടെ ഉണ്ട്. അതും അടിപൊളിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഓപ്പൺ സ്പേസ്. ഇവിടെ ഫോറസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട്. പുൽമേട്ടിൽ പ്രവേശിക്കരുത്, ഡു നോട്ട് എൻ്റർ ഇൻസൈഡ് ഗ്രാസ് ലാൻഡ്. ഇവിടെ കണ്ടോ, ഇവിടെ ഇപ്പോഴും എയറിൽ ഇങ്ങനെ നീരാവി പോലെ ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിലുണ്ട്. ഇപ്പുറത്തെ സൈഡിലൊക്കെ കാണാം ഭയങ്കര ഫുൾ ഗ്രാസ് ലാൻഡാണ്. ഇവിടെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ പോകേണ്ടി വരും. ഈ സ്ഥലത്തിന്റെ മനോഹാരിത ഉണ്ടോ, ബ്യൂട്ടിഫുൾ മോനെ.
നമ്മളിപ്പോൾ ലൊക്കേഷൻ ഇട്ട് അങ്ങോട്ട് പോവാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വഴി കാണിക്കുന്നുണ്ട്. ഒന്ന് ഈ വട്ടവട ടൗണിൽ വന്നിട്ട് അവിടുന്ന് ഒരു വഴി കാണിക്കുന്നത്. അത് 8 കിലോമീറ്റർ അരമണിക്കൂർ വന്നിട്ട് കാണിക്കുകയാണ്. റോഡൊക്കെ മറ്റേ ഓഫ് റോഡാണ് മോനെ. പിന്നെ നമ്മൾ വന്ന വഴിക്ക് തന്നെ ഒരു റൂട്ട് കാണിക്കുന്നുണ്ട്. അത് എനിക്കറിയത്തില്ല, ഞാൻ നേരെ ഇങ്ങോട്ട് വന്നിട്ടാണ്. പിന്നെ പോവാന്ന് വിചാരിച്ച്. റോഡ് എന്ന് പറഞ്ഞാൽ മഹാ അബദ്ധമാണ് എൻ്റെ മോനെ. ഇത് ശരിയായ അബദ്ധമാണല്ലോ. സീൻ. ഇവിടെ മൊത്തം കോടയാണ്. ഒന്നും കാണാൻ വയ്യ. കണ്ടോ, ഇതാണ് ഈ ഏരിയൻ്റെ അവസ്ഥ. ഫുള്ള് ഇത് കയറി കിടക്കുന്നു. അതായത് നമ്മൾ താഴെ നിന്ന് ഇങ്ങനെ കയറി വന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫോഗ് പോലെ ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിപ്പോൾ മൊത്തം മേലായിട്ട് വട്ടവടേൻ്റെ മുകളിൽ ഇങ്ങനെ പുതച്ച് കിടക്കുകയാണ്. എന്നുവെച്ചാൽ വട്ടവടനെ പുതപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങോട്ടൊക്കെ തിക്ക് ഫോഗാണ്. ഇവിടെ കുറച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടെ താഴത്തോട്ട് കാണാം ഈ ഏരിയയിലുണ്ടോ. ബാക്കിയെല്ലാം ഇങ്ങനെ പാല് പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളെ സ്റ്റേ അങ്ങോട്ടാണ്. ഇവിടെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനൊന്നും അല്ല. ഇവിടെ കുറേ കാടും പടലൊക്കെ ഉണ്ട്. നല്ല വെട്ടി നിരത്തി. ഇവിടെ ശരിക്കും ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞോളൂ, ഇതിൻ്റെയൊക്കെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു മരത്തിൻ്റെ ഇതൊക്കെ അടിച്ചിട്ടൊരു ഇരിക്കുന്ന സാധനമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോടും. ഇതെങ്ങാനാണ് ജിയോൻ്റെ ടവർ. പണ്ട് നമ്മൾ വന്നപ്പോൾ ഉണ്ട് ഈ ജിയോൻ്റെ ടവർ വന്നു കഴിഞ്ഞാൽ അവിടെ മൊത്തം റേഞ്ച് ഉണ്ടാവുന്നു, അങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു. വൈഫ് സെൽഫിയൊക്കെ എടുക്കണം. എന്താ ചെയ്യണ്ട ഇവിടെ നമ്മളെ വണ്ടി എടുക്കണം. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ. ദിസ് ഈസ് ദ അവസ്ഥ. എൻ്റെ അമ്മേ, താഴോട്ട് നോക്കണ്ട നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടോ, ഇതാണ് അവസ്ഥ. തട്ടായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. കേട്ടോ, ഇതിൻ്റെ ഇടയിൽ കൂടെ വട്ടവട കാണാം. വാട്ട് എ വ്യൂ, അന്യായ വ്യൂ. നമ്മൾ വേഗം സ്റ്റേയിലോട്ട് സ്റ്റേന്ന് ചിലപ്പം കുറച്ചുകൂടി ഭംഗിയുണ്ടാവും കാണാൻ. പോവാം, നമുക്ക് സ്റ്റേ പോവാം. അങ്ങനെ നമ്മൾ സ്റ്റേ
എടുത്തിട്ടൊക്കെയുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റേയിലെത്തിയിരിക്കുകയാണ്. ഇനി അവരുടെ അടുത്ത് ചോദിച്ചു നോക്കുക. നമ്മുടെ ഫോഗിൻ്റെ സാധനം പതിയെ പോകാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേയുടെ എൻട്രി. കാണാനൊക്കെ നല്ല കൊള്ളാം. പച്ചപ്പും സെറ്റപ്പൊക്കെ ഉണ്ട്. ചെറിയൊരു ഹട്ട് പോലെ ഇവിടെ ഉണ്ട്. പിന്നെ ഒരെണ്ണം അവിടെ ഉണ്ട്. ഒരു ഐറ്റം ഇവിടെ ഉണ്ട്. പിന്നെ ഇങ്ങനെയാണുള്ളത്. ഇവിടെ ബാത്റൂമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ റിസപ്ഷൻ ചെന്നിട്ട് ചോദിച്ചു നോക്കാം എന്താ അവസ്ഥ. കുറച്ച് പച്ചവെള്ളം കിട്ടിയിട്ട് കുടിക്കാൻ. അയ്യോ, ഒരുപാട് ചെടികളും ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. വലിയ ഡാലിയൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം. ക്യാമ്പ് ഫയർ എന്ന സ്ഥലത്ത് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. ബുക്ക് ചെയ്തായിരുന്നു. എൻ്റെ പേര് രാജേഷ് എന്നാണ്. അതെ, നമുക്കേ ജസ്റ്റ് ഈ ഐറ്റംസ് ഒന്ന് വെച്ചാൽ മതി. ഇതിൻ്റെ അകത്താ? ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോകാൻ പറ്റില്ലേ? ഓക്കെ ഓക്കെ. 2:30 ചെക്കിന്? ആ ഓക്കെ ഓക്കെ. അല്ല കുഴപ്പമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പേരെന്താ? തസ്ലിൻ. ഓക്കെ ഓക്കെ, ശരി ബ്രോ. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാം, നോ പ്രോബ്ലം. ഇങ്ങനെയാണ് ഐഡിയ. ഇരിക്കേണ്ട സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും വട്ടവട കാണാം. ഇത് ക്യാബിനാണെന്ന് തോന്നുന്നു. നമ്മൾ ടെൻ്റാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ വണ്ടി അവിടെ സമാധാനത്തിലിരിക്കുന്നത് ഇവിടുന്ന് കാണാം. കൊള്ളാം. ഇനി നമ്മൾ ഇവിടെ വെച്ചിട്ടൊന്ന് ഇവിടെ ഒന്ന് ചുറ്റി കറങ്ങി നോക്കാം. കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം. അതിന് ശേഷം നമുക്ക് ഇറങ്ങാൻ പോവാം. ഓക്കെ.
പോവാം.